ഗൈസ്, പിന്നെ നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടർ ഇൻ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് അല്ലേ? അപ്പോൾ അതിൻ്റെ സിലബസും ഇൻഡസ്ട്രി എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ സിലബസും സെയിം ആണ്. സോ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാനേജ്മെന്റ് പാർട്ട് ഇതിലില്ല. അതുപോലെ ഫിസിക്സും കെമിസ്ട്രിയും കുറച്ച് വെയിറ്റേജ് കൂടി, അത്രേ ഉള്ളൂ. വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറിൽ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ അസിസ്റ്റന്റ് ഡയറക്ടറിൽ വന്ന മാത്സിലെ ഒരു ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ സൊല്യൂഷന് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. സോ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നുമില്ല. ഒരു ഒരു സിമ്പിൾ എക്സ്പ്ലനേഷനിൽ ആദ്യത്തെ ഒരു 10 ക്വസ്റ്റ്യന് ആൻസർ നമുക്ക് നോക്കാം. സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓക്കെ, മെട്രിക്സിൻ്റെ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് വന്നത്. മെട്രിക്സിൽ നമുക്കറിയാം സിമെട്രിക്, സ്കേലാർ, ഡയഗണൽ, അങ്ങനെ പല ഡിഫറെൻറ്റ് മെട്രിക്സ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഈ ഗിവൺ മെട്രിക്സ് ഏത് ടൈപ്പ് മെട്രിക്സ് ആണെന്നാണ് തന്നത് ചോദിച്ചു. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇവിടെ ഈ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഈ മെട്രിക്സിന് തന്നെ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഇത്തരം മെട്രിക്സിൻ്റെ പറയുന്ന പേരാണ് സിമെട്രിക്. ഇവിടെ നമ്മൾ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കാം, ഈ ഒരു റോ, ഈ ഫസ്റ്റ് റോ ഇവിടെ ഫസ്റ്റ് കോളം ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം ഒരു നെഗറ്റീവിൻ്റെ ഒരു മൾട്ടിപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പം ഈ ഒരു ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എക്സിസ്റ്റിംഗ് മെട്രിക്സിൻ്റെ നെഗറ്റീവ് മൾട്ടിപ്പിൾ ആയിരിക്കും ഈ സെയിം മെട്രിക്സ്. അതായത് സപ്പോസ് ഈ മെട്രിക്സ് ഒരു എ എന്ന മെട്രിക്സ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് -1 ഇൻറ്റു എ ആണ്. അതിൻ്റെ അർത്ഥം എന്താ? എ ട്രാൻസ്പോസ് ഇസ് ഇക്വൽ ടു മൈനസ് എ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്തരം മെട്രിക്സിനെ പറയുന്ന പേരാണ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ബി ആണ്, സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. സോ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ -1 കൊണ്ട് ഈ ഒരു മെട്രിക്സിനെ ഗുണിച്ചാൽ ഏത് മെട്രിക്സ് ആണോ കിട്ടുക അതിന് ഈക്വലൻ്റ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. എന്താ വെച്ചാൽ ഒരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ്റെ റിസൾട്ടൻ്റ് വരുന്ന ആ പ്രൊഡക്റ്റിൻ്റെ ഓർഡർ എത്രയാണ് ചോദിച്ചത്. അപ്പോൾ എ എന്ന മെട്രിക്സിൻ്റെ ഓർഡർ 5/3 ആണെങ്കിൽ ബിൻ്റെ ഓർഡർ 3/2 ആണെന്നുണ്ടെങ്കിൽ ബിൻ്റെ ഓർഡർ എന്തായിരിക്കും? അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, 5/3, ബി 3/2 ആണെന്നുണ്ടെങ്കിൽ ഈ 3യും 3യും ക്യാൻസൽ ആവും. പിന്നെ ഓർഡർ വരുന്നത് എന്തായിരിക്കും? ബിൻ്റെ ഓർഡർ എന്തായിരിക്കും? 5/2 ആയിരിക്കും. 3യും 3യും ക്യാൻസൽ ആവും. അപ്പം ഇതിന് ആൻസർ ആണ് വരിക. ഓക്കെ. സോ ഇനി അടുത്തത് എന്ന് പറഞ്ഞത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, പിന്നെ ട്രാൻസ്പോസിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് ആണ്. അതിന് പ്രൂഫൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാം, ബട്ട് ഇത് ടൈം കൺസ്യൂമിങ് ആണ്. സോ ഇതിൻ്റെ ആൻസർ നമ്മൾ ഓർത്ത് വെക്കുന്നതും നല്ലതാണ്. ഇനി അടുത്ത് അതുപോലെ തന്നെ ഇത് വളരെയധികം കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ n-r ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവും n വേരിയബിൾസിന്. ഈ ഒരു കണ്ടീഷൻ എപ്പോഴും ട്രൂ ആയി നിൽക്കുന്നത് എപ്പോഴും ഈ റാങ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ വേരിയബിൾസിൻ്റെ എണ്ണത്തിനെക്കാട്ടിലും കുറവായിരിക്കുമ്പോഴാണ്. സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സോ റാങ്ക് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ എണ്ണത്തിന് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസ് ഉണ്ടാവും? നമുക്കറിയാം ലീനിയർ ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷന് എത്ര കാരം ഇൻഡിപെൻഡൻറ്റ് സൊല്യൂഷൻ ഉണ്ടാവും. സോ ആ കേസിൽ നമ്മൾ ഇത് അപ്ലൈ ചെയ്യില്ല. ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കേസ് എന്ന് പറയുന്നത് റാങ്ക് നമ്പർ ഓഫ് വേരിയബിൾസിനെക്കാട്ടിലും കുറവായിരിക്കും. ഇനി എന്താണ് സം ഓഫ് ഐഗൻ വാല്യൂ? ഇപ്പം നമുക്കറിയാം ഒരു മെട്രിക്സ് തന്നാൽ അതിൻ്റെ സം ഓഫ് ഐഗൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ഡയഗണൽ എലമെൻസിൻ്റെ സം ആയിരിക്കും. സോ 5 + 2 + 0 7. ഇതാണ് ഇതിൻ്റെ ആൻസർ, ബി. ഇനി ഇതിൽ നമുക്കറിയാം പ്രൊഡക്ട്സ് ഓഫ് ഐഗൻ വാല്യൂ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം അതിൻ്റെയൊക്കെ എന്താ വെച്ചാൽ പ്രൊഡക്റ്റ് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ഇതിൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഇനി അടുത്തത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഫോർ എ മെട്രിക്സ്. അപ്പോൾ n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂ ആണെങ്കിൽ അതിന് n ഇൻഡിപെൻഡൻറ്റ് ഐഗൻ വെക്ടേഴ്സ് ഉണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ n വേരിയബിൾസിന് n-r ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ റാങ്ക് ലെസ് ദാൻ n ആയിരിക്കും. സപ്പോസ് റാങ്ക് ഈക്വൽ ടു n ആണെന്നുണ്ടെങ്കിൽ
ആ കേസിൽ n ഡിസ്റ്റിങ്ക്റ്റ് ഐഗൻ വാല്യൂസിന് n ഇൻഡിപെൻഡന്റ് കേസ് ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ആൻസർ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി if every minor of order greater than or equal to R of a matrix A is 0, then rank of A is. അപ്പം നമുക്കറിയാം ഈ മൈനർ വെച്ചിട്ട് എന്ത് ചെയ്യിക്കാരം. സോ ഇവിടെ നമ്മൾക്ക് തന്നത് എവറി മൈനർ ഓഫ് ഓർഡർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ. അപ്പം മൈനറിന്റെ ഓർഡർ തന്നിക്കണേ, പക്ഷെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നത്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന കണ്ടീഷൻ ഇവിടെ തന്നിക്കണേ. അതുകൊണ്ട് തന്നെ ഈക്വൽ ടു ആ റാങ്കിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ, മൈനറിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടിലും ലെസ് ദാൻ, അതായത് ലെസ് ദാൻ 1 ആയിരിക്കും എന്ത് ഇതിന്റെ റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മൈനറിന്റെ 0 ആയ ഓർഡർ, ലീസ്റ്റ് ഓർഡർ എന്ന് പറയുന്നത്, ഐ മീൻ മാക്സിമം ഓർഡർ എന്ന് പറയുന്നത് 6 ആണെന്നുണ്ടെങ്കിൽ അതിന്റെ റാങ്ക് എന്തായാലും 6-നേക്കാട്ടിലും കുറവായിരിക്കും. സോ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഡി. ഇത് ഈ കൺസെപ്റ്റ് എന്ന് പറയുന്നത് റാങ്ക്, ഇക്കലോൺ ഫോം, ആ മെട്രിക്സ് അൾജിബ്ര എന്ന് വരുന്ന കൺസെപ്റ്റ് ആണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ആണ്. വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ചെയ്യിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട്. ഈവൻ ഗേറ്റിന് വരെ ഇത് വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് കാണലുണ്ട്. ഇനി അടുത്തത് പ്രൊഡക്റ്റ് ഓഫ് ഐഗൻ വാല്യൂ. സോ ഐഗൻ വാല്യൂവിന്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് എത്രയാണോ അതായിരിക്കും പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പം അതിന്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടാൽ മതി. 2 × 8 16, 16 - 21 - 5. സോ എന്ത് സി ആയിരിക്കും ഇതിന്റെ ആൻസർ. സോ നമുക്ക് ഇതിൽ ആൻസർ കീ ഉണ്ട് കേട്ടോ. പ്രൊവിഷണൽ ആൻസർ കീ ഞാൻ പറഞ്ഞുതരാം. 8 സി ആണ്. നമ്മൾ എ ഡിസ്കസ് ചെയ്ത് എ ഡി ലെസ് ദാൻ ആർ. ഓക്കെ, കാണാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യന് അതുപോലെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 9ാമത്തെ ക്വസ്റ്റ്യന്, ഈ ലിമിറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതെപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ. ഇപ്പം നമ്മൾ ഈ ലിമിറ്റിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ ഇവിടെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 2+ എന്നിട്ടുണ്ടോ, അതിന്റെ അർത്ഥം ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. ഈ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് ഫംഗ്ഷന്റെ വാല്യൂ, ഇതിന്റെ ഒരു മീനിങ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഫംഗ്ഷൻ വെൻ എക്സ് അപ്രോച്ചസ് ടു 2 ഫ്രം ദി റൈറ്റ് സൈഡ് ഓഫ് 2. അപ്പോൾ ഇത് 2 ആണ്. ഇതിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് വളരെ ക്ലോസ് ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഈ ഫംഗ്ഷന്റെ വാല്യൂ എവിടേക്കാ പോണത്, ഇൻഫിനിറ്റിക്കാണ് പോകുന്നത്. അതാണ് ഈ ഒരു ലിമിറ്റിന്റെ അർത്ഥം. അപ്പം അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഫിനിറ്റ് ആണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് ഇവിടെ 2 മൈനസ് ആണെന്നുണ്ടെങ്കിൽ ആൻസർ എന്ന് പറയുന്നത് ഈ എക്സ് ഈ 1 ആയിരിക്കും വരിക. കാരണം 2ന്റെ ലെഫ്റ്റ് സൈഡിൽ ക്ലോസ് ആയിട്ട് ഫംഗ്ഷന്റെ വാല്യൂ എങ്ങോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നതാണ് അതിന്റെ മീനിങ്, 1 എന്ന് വരിക. ഇനി ഇവിടെ ഈ പ്ലസ് മൈനസും ഇല്ല, വെറും 2 ആണെന്നുണ്ടെങ്കിൽ ആൻസർ ഡു നോട്ട് എക്സിസ്റ്റ് ആണെന്ന് വരിക. കാരണം ഇതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയെങ്കിൽ മാത്രമേ അവിടെ എന്ത് പറയാം, നമുക്ക് അവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാം. ഇതിൽ നിന്ന് ഡിഫറൻഷ്യബിലിറ്റിന്റെ കൺസെപ്റ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വരാം. ചിലപ്പോൾ ഇനി അടുത്ത എക്സാമിന് എന്താ വെച്ചാൽ ഇതിൽ എത്ര പോയിന്റ്സിൽ ഈ ഡിഫറൻഷ്യബിൾ അല്ല, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് ബട്ട് ഡിഫറൻഷ്യബിൾ അല്ല. അങ്ങനെ ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. എന്താണ് കണ്ടിന്യൂറ്റി, എന്താണ് ഡിഫറൻഷ്യബിലിറ്റി. എപ്പോഴും ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണോ നോക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആണോ ആ പോയിന്റിൽ നോക്കണം. ഏതൊരു ഫംഗ്ഷനും കണ്ടിന്യൂസ് അല്ലെങ്കിൽ അത് ഒരിക്കലും ഡിഫറൻഷ്യബിൾ ആവില്ല. സോ നെസസറി കണ്ടീഷൻ ഫോർ എ ഡിഫറൻഷ്യബിലിറ്റി ഈസ് ദാറ്റ് ഫംഗ്ഷൻ ഈസ് ടു ബി കണ്ടിന്യൂസ്. ഫംഗ്ഷൻ മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ഇതും അതുപോലെ ഒരുപാട് സ്റ്റുഡൻസ് മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ. പല സ്റ്റുഡൻസും ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഫാക്ടറൈസ് ചെയ്തിട്ട് ഇത് കോമൺ ഫാക്ടർ ക്യാൻസൽ ആക്കിയിട്ട് എന്നിട്ട് ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 എടുത്തിട്ട്, അപ്പോൾ ഇപ്പോൾ സപ്പോസ് ഇത് ഫാക്ടറൈസ് ചെയ്ത് കിട്ടിയാൽ ഡിനോമിനേറ്റർ നമുക്ക് എന്ത് കിട്ടും, x-3 × x-2 എന്ന് വരാം. മേലെ x-2 × x+2 വരും. അപ്പോൾ ഈ x-2 ക്യാൻസൽ ചെയ്ത് ചിലവർ അങ്ങനെ ചെയ്യും.
പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മളൊരിക്കലും ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നുള്ളതിന്റെ നെസസറി കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്ന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ആ ലിമിറ്റ് ഫംഗ്ഷന്റെ വാല്യൂന് ഈക്വൽ ആണ്. ഫംഗ്ഷന്റെ വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യൂല. എവിടെയൊക്കെ ഈ ഡിനോമിനേറ്റർ സീറോ ആണ പോയിന്റിൽ ഫംഗ്ഷന്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യില്ല. അപ്പൊ ആ പോയിന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പോയിന്റ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കണ്ടിന്യൂസ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിനോമിനേറ്റർ ജസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് എടുത്ത് ക്യാൻസൽ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഡിനോമിനേറ്റർ ജസ്റ്റ് ഈക്വൽ ടു സീറോ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇതിന് രണ്ട് സൊല്യൂഷൻ കിട്ടും. എക്സ് ഇക്വൽ ടു 2ഉം എക്സ് ഇക്വൽ ടു 3ഉം കിട്ടും. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി സപ്പോസ് നമ്മളോട് ചോദിച്ചു ഇതിൽ ഏതൊക്കെ പോയിന്റിലാണ് ലിമിറ്റ് ഉള്ളത് ചോദിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫാക്ടറൈസേഷൻ ചെയ്യണം. കാരണം ഇവിടെ എക്സ് മൈനസ് ടു ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ താഴെ മേലെ ഒരു എക്സ്+2 ഉണ്ടാവും, താഴെ ഒരു എക്സ്+3 ഉണ്ടാവും. അപ്പം x=-3ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. -3 അല്ല, x=3ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ല. ബട്ട് x=2ൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. സോ അങ്ങനത്തെ കൺസെപ്റ്റൽ ക്ലാരിറ്റി നമുക്ക് വരുത്തണം. സോ ഈ ഇതിൽ 40 ക്വസ്റ്റ്യനും ഞാൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാം ഒരു വളരെ ഈസി ടു മോഡറേറ്റ് ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് വന്നതെല്ലാം. പക്ഷെ എല്ലാം ഒന്ന് കവർ ചെയ്യണമെന്നുള്ളൂ. പിന്നെ ചെറിയ ചെറിയ ട്രിക്കായിട്ട് കൺസെപ്റ്റിലായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചാൽ കൺസെപ്റ്റ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാം. ചില ക്വസ്റ്റ്യൻ നമ്മൾ കൺസെപ്റ്റ് അറിയാതെ നിന്നാൽ വേറെ ഡിഫറെന്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് വളരെയധികം നമ്മൾ ടൈം കൺസ്യൂം ചെയ്യും. ആകെ നമുക്ക് ടോട്ടൽ 100 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. അതിന് ടൈം കിട്ടുന്നത് ആകെ എത്ര 90 മിനിറ്റ് ആണുള്ളത്. അപ്പം ഇതിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താ വെച്ചാൽ ആക്യുറസി ആൻഡ് പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് ഇങ്ങനത്തെ എക്സാമിലൊക്കെ ഏറ്റവും വേണ്ടത്. സോ ഇനി അടുത്ത ഒരു 10 ക്വസ്റ്റ്യൻ വെച്ചിട്ട് ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം ശരി എന്നാ.